എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇഷ്ടികകളെക്കുറിച്ചാണ്. വിവിധ തരം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ. അതിനകത്ത് ഞാൻ തബ്ലയിൽ കൊടുത്തിരിക്കുന്നത് സിമൻറ്റ് കട്ട നല്ലതാണോ എന്നാണ് ചോദ്യം. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊതുവേ നമ്മുടെ കേരളത്തിൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു 5-6 സൈസ് നിർമ്മാണ വസ്തുക്കളാണ്, ബ്രിക്സാണ് ഭിത്തികളൊക്കെ പണിയാൻ ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ചുടുകട്ട ഇഷ്ടിക, രണ്ടാമത്തേത് വെട്ടുകല്ല്, മൂന്നാമത്തേതാണ് സിമൻറ്റ് കട്ട. പിന്നെ ഈ ഫ്ലൈ ആഷ് ബ്രിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഒത്തിരി കട്ട ഇറങ്ങുന്നുണ്ട്. മഡ് ബ്രിക്ക് എന്നും പറഞ്ഞ് ബ്രിക്ക് ഇറങ്ങുന്നുണ്ട്. ഹുറുഡീസ് എന്നും പറഞ്ഞ് കോഴിക്കോട് സൈഡിൽ നിന്നൊരു ഇഷ്ടിക വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 5-6 സൈസ് ഇഷ്ടികകളാണ് അല്ലെങ്കിൽ ബ്രിക്സുകളാണ് നമ്മുടെ ഇവിടെ പൊതുവെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ കരിങ്കല്ലും വെച്ചുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കരിങ്കല്ല് വെച്ച് കെട്ടാൻ ഈ ഹിന്ദിക്കാർ പണിക്കാർക്കൊന്നും അത് കരിങ്കല്ല് കെട്ടാൻ അറിയത്തില്ല. പിന്നെ കരിങ്കല്ല് കെട്ടാൻ അറിയത്തില്ലാത്തൊരു കരിങ്കല്ല് കെട്ടിയാൽ അത് നമുക്ക് ലാഭത്തെക്കാളും കൂടുതൽ നഷ്ടമാണ്. അല്ലെങ്കിലും കരിങ്കല്ല് കെട്ടുക എന്ന് പറയുന്നത് അത്ര ലാഭമല്ല. ഒന്നാമത് കരിങ്കല്ലിന് ഭയങ്കര വിലയാണ്, രണ്ടാമത് അത് കെട്ടാൻ അറിയാവുന്ന ജോലിക്കാരില്ല. എന്നാൽ ഇതിനകത്ത് ഇന്ന് ജനകീയമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ളത് ഇഷ്ടികയാണ്. അത് ഈ ചുടുകട്ട എന്ന് പറയുന്ന ഇഷ്ടിക. അത് വയർക്കെട്ടും ഉണ്ട്, വയർക്കെട്ടല്ലാത്തതും ഒക്കെ ഉണ്ട്. വയർക്കെട്ടിൽ തന്നെ നല്ലപോലെ പോളിഷ്ഡായിട്ട് ഈ അടുപ്പുകട്ട പോലെ ഉള്ളതുണ്ട്, അതല്ലാതെ അത്യാവശ്യം പോളിഷ്ഡായിട്ടുള്ളതുണ്ട്. പിന്നെ ഉള്ളത് വെട്ടുകല്ലാണ്, പിന്നെ സിമൻറ്റ് കട്ട എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇതിൽ ഈ ഇഷ്ടിക എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്, വീട് പണിക്ക് നല്ലത്, നമുക്ക് അത്യാവശ്യം സാമ്പത്തികം വഹിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ ചുടുകട്ടയാണ്. കാരണം അത് പണിയാൻ നേരത്ത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പണിയാൻ നേരത്ത് ഒന്നാമത് ഇഷ്ടികയ്ക്ക് ഇച്ചിരി വില കൂടുതലുണ്ട്. ഇപ്പം ഒരുവിധം വില കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇഷ്ടികയ്ക്ക് അല്പം വിലയുണ്ട്. അത് നല്ലപോലെ കുതിർത്തിട്ട് വേണം കെട്ടാൻ. 3, അത് പണി കൂടുതലാണ്, പണിക്കാർക്ക് കൂലി കൂടുതൽ കൊടുക്കണം. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പഴയ വീടുകൾ ഒരു 500 വർഷം പഴക്കമുള്ള വീട് പൊളിച്ചാലും ചുടുകട്ടയായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രശ്നങ്ങൾ വരുന്നില്ലെന്നുള്ളതാണ്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നില്ലെന്നുള്ളതാണ് ഈ ചുടുകട്ടയുടെ ഏറ്റവും വലിയ ഒരു ഗുണം. എത്ര വർഷം കഴിഞ്ഞാലും അത് അതുപോലെ നിൽക്കും. അത് മണ്ണായതുകൊണ്ടും വെന്ത മണ്ണായതുകൊണ്ടും അതിനെക്കൊണ്ട് നമുക്ക് ഗുണമല്ലാതെ ദൂഷ്യങ്ങളൊന്നും വരാനില്ല. എന്നാൽ ഈ വെട്ടുകല്ലെന്ന് പറയുന്നത് 2 തരം വെട്ടുകല്ലുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഈ വില കുറഞ്ഞ സാധാ വെട്ടുകല്ലും, 2 വില കൂടിയ ചീങ്കല്ല് എന്ന് പറയുന്ന കല്ല് വെട്ടിയെടുക്കുന്നതും. ഇത് രണ്ടിനും നിർമ്മാണത്തിൽ ഈ വില കുറഞ്ഞ കല്ലിന് വലിയ വിലക്കുറവൊക്കെ ഉണ്ട്, ചിലവ് കുറവൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ രണ്ടിനകത്തുനിന്ന് ചെതൽ മാറുകയെന്നുള്ളതാണ്. എന്നൊക്കെ നമ്മൾ ചെയ്താൽ ഈ ചെതലെന്ന് പറയുന്ന സാധനം ഈ മണ്ണിനകത്തും ചീങ്കല്ലിനകത്തും കല്ലിനകത്തും എല്ലാം ഇതിൻ്റെ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഇതിനകത്ത് അധികമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. ഇനി സിമൻറ്റ് കട്ടയിലോട്ട് വരുമ്പോൾ നിർമ്മാണ ചെലവ് ഏറ്റവും കുറഞ്ഞ കട്ട ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നമ്മളിപ്പോൾ ഓരോന്നോരോന്ന് നോക്കാമെങ്കിൽ ഏറ്റവും ചിലവ് കുറവുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഗുണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് അതിന് പണിയാൻ വളരെ എളുപ്പമാണ്. കാരണം ഒന്ന് സിമൻറ്റും മതി, സിമൻറ്റും കുറച്ച് മതി, മണലും ഒക്കെ കുറച്ച് മതി, പിന്നെ തേപ്പ് കനം കുറച്ച് മതി, പിന്നെ പണിക്ക് മുമ്പ് കുതുക്കണ്ട, പിന്നെ സാധാരണ രീതിയിലുള്ള ചെതലുണ്ടാകുന്നില്ല. വെഞ്ചതൽ ഉണ്ടാകാനുള്ള സാധ്യത സിമൻറ്റ് കട്ടയ്ക്കകത്ത് സാധാരണ വെഞ്ചതൽ കാണാറുണ്ട്, അല്ലാതെ സാധാ രീതിയിലുള്ള ചെതലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെയുള്ളത് ജോയിൻറ്റുകൾ കുറവായതുകൊണ്ട്. ഇതിൻ്റെ ദൂഷ്യങ്ങൾ പറയുകയാണെങ്കിൽ ജോയിൻറ്റുകൾ കുറവാണല്ലോ. കാരണം ഒരു 12 ചുടുകട്ടയുടെ ആയത്തിനാണ്, അത്രയും വലുപ്പത്തിലാണ് ഒരു സിമൻറ്റ് കട്ട നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പൊട്ടലുകൾ, ക്രാക്സ് കൂടുതൽ വരാനുള്ള സാധ്യത സിമൻറ്റ് കട്ടയ്ക്കുണ്ട്. ക്രാക്സ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു നിർമ്മാണം കഴിഞ്ഞിട്ട് 4-5 വർഷം കഴിഞ്ഞൊന്ന് പൊളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പൊടിയല്ലാതെ ഒന്നും കിട്ടുകയില്ല. കാരണം അത്രയ്ക്കും ക്വാളിറ്റിയുള്ള. അതേ സമയത്ത് ചുടുകട്ട 500 വർഷം കഴിഞ്ഞാൽ പൊളിച്ചാലും ചുടുകട്ടയായിട്ട് നിൽക്കും. അതേസമയത്ത് ഇത് നമ്മൾ പൊടിഞ്ഞേ പോവുള്ളൂ. ഇത് തിരിച്ച് എടുക്കാവുന്നൊന്നും നോക്കണ്ട, പൊടിയായി പോകും. പിന്നെ ഇതിന് സ്വാഭാവികമായിട്ടും ഈ സിമൻറ്റ് കട്ട കെട്ടുന്ന വീടുകൾക്ക് ചൂട് കൂടുതലുണ്ട്. ഭിത്തിയെ സ്ഥിരമായിട്ട് വെള്ളം വീണാൽ, തേപ്പുണ്ട്, പെയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അകത്ത് നനവെല്ലാം കാണിക്കാനും ഒക്കെ ഒരു പ്രധാന സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ തിയററ്റിക്കലായ വശമെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ബ്രിക്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സിമൻറ്റ്, എംസാൻഡ്, മിറ്റിൽ, ഇതായിരിക്കണം ഇതിൻ്റെ ഘടകം. പക്ഷേ സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. സംഭവിക്കുന്നത് മിറ്റിലും പേരിന് സിമൻറ്റും പാറപ്പൊടിയാണ്. പാറപ്പൊടിക്കും വിലയുണ്ട്, പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പം ഇതിന് വിലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. ചിലർക്കിത് ഭയങ്കരമായിട്ട് കയറി കൊള്ളാറുണ്ട്. എൻ്റെ മുൻ വീഡിയോകൾക്കൊക്കെ കണ്ടിട്ട് ഞാൻ അറിഞ്ഞു പല ഉടമസ്ഥന്മാരും പല കോൺട്രാക്ടർമാരുടെയും തട്ടിപ്പുകൾ പിടിച്ചു എന്നൊക്കെ ഞാൻ കേൾക്കാനിടയായി.
തട്ടിപ്പുകൾ പിടിച്ച കോൺട്രാക്ടർമാർ പലരും ഞങ്ങളുടെ പല വീഡിയോയുടെ അടിയിലും വന്ന് ഭയങ്കരമായിട്ട് കമൻ്റ് ഇടുകയും ചെയ്തു. പ്രത്യേകിച്ച് ഞാൻ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞപ്പം എനിക്കെതിരെ രൂക്ഷമായ കമൻറ്റുകളുമായിട്ടൊക്കെ വന്നവരുണ്ട്. ഞാനവരെ കണ്ടിട്ട് പോലും ഇല്ലെന്നുള്ളതാണ്. പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്ന പല തട്ടിപ്പുകളും. അപ്പോൾ ഞാൻ ഈ കോൺട്രാക്ടർമാരോടും പറയട്ടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ മുക്കാഭാഗത്തും ഉണ്ടാക്കുന്ന പണം അവരുടെ വീടിലേക്ക് മുടക്കുന്നത്. അങ്ങനെയാണ് മലയാളികൾ പണിയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, കോൺട്രാക്ടർമാരോട് നിന്ന് പറയട്ടെ, നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് പണി ചെയ്യുക. അല്ലാതെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ തൽക്കാലം ഇത് കഴിയട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കരുത്. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അത് അവർക്കൊരു ദൂഷ്യമാകുകയും അവസാനം അത് നമുക്കൊന്നും ഗുണമില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. നമ്മളൊരു പണി മേഖലയിലോട്ട് ഇടപെടുമ്പോൾ ഈ ഏറ്റവും കുറഞ്ഞ റേറ്റിന് പണി പിടിക്കുക. ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ഈ 1800 രൂപയ്ക്കൊക്കെ സ്ക്വയർ ഫീറ്റിന് തീർത്ത് കൊടുക്കാവുന്നുള്ളത്. പല കോൺട്രാക്ടർമാരും നല്ല ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് അത് നടക്കില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2500 രൂപയ്ക്കൊക്കെ ഒരുവിധം മീഡിയം വർക്കുകളൊക്കെ അവർ പറയുന്നത് 2500 രൂപ കിട്ടിയാലേ ഒരുവിധം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും GST ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടിയൊക്കെ എക്സ്ട്രാ കിട്ടിയില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ലെന്ന് പറയുമ്പം 1800-നും 1600-നും 1500-നും ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ പരസ്യം ചെയ്തിട്ട് പണി പിടിച്ചാൽ അത് പൂർത്തീകരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പണി ചെയ്ത ആളുകളെ കളിപ്പിച്ചാൽ അത് കളിപ്പിക്കുന്നവരുടെ തലമുറയ്ക്ക് നാളെ ഗുണമാവില്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വെട്ടിപ്പും തട്ടിപ്പും ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇനി ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് ഞാൻ പറയുന്നതിനകത്ത് അതുപോലെ ശക്തമായ എതിർപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ മുന്നോട്ട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ വിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അത് പണിത് കൊടുക്കുക. ഒരാൾക്ക് വീട് പണിത് കൊടുക്കുമ്പോൾ അത് അയാൾക്കത് ഗുണമായി മാറത്തക്ക രീതി ചെയ്യുക. ഇനി സിമൻറ്റ് കട്ടയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രധാന ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ അവസാനിപ്പിക്കാം. ഈ സിമൻറ്റ് കട്ടയ്ക്ക് ഇത് ഒരു കോൺക്രീറ്റ് ബ്രിക്സ് എന്ന് പറഞ്ഞാലും ആ കോൺക്രീറ്റിൻ്റെതായ ഒരു ഗ്രേഡിൽ നമ്മളിപ്പോൾ ഈ കട്ട മേടിക്കുമ്പോൾ ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ എത്രയാണെന്നൊന്നും ചോദിക്കുന്നില്ല. ഇത് M15 ആണോ, M20 ആണോ, M25 ആണോ, അല്ലെങ്കിൽ 1:2:4 ആണോ, അതോ 1:4:8 ആണോ, ഇതൊന്നും ചോദിക്കുന്നില്ല ആരും. കട്ടയ്ക്ക് എന്നാ വില, ഇതിൻ്റെ വില, കട്ട ഇഞ്ഞ് മേടിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഇത് കോൺക്രീറ്റ് ബ്രിക്സ് ആയിരിക്കണം, മണലും എന്ന് പറഞ്ഞാൽ എംസാൻഡും മിറ്റിലും സിമെൻറ്റും ആയിരിക്കണം ഇതിൻ്റെ ഘടകങ്ങൾ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എംസാൻഡ് ഒന്നും ചേർത്ത് ആരും ഈ കട്ട പിടിക്കുന്നില്ല. പിടിച്ചാൽ അവർക്ക് മുതലാവില്ല ഈ റേറ്റിന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ചെയ്യുന്ന മിറ്റിലും മണലിന് പകരം അവർ പാറപ്പൊടി ചേർക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇത് കോൺക്രീറ്റ് മിഷനി കൂട്ടി, പാറപ്പൊടി ആയതുകൊണ്ട് നല്ല കൊഴുപ്പൊക്കെ ഉണ്ടാവും, വെള്ളം കുറച്ചാണ് കൂട്ടുന്നത്. അങ്ങനെ കൂട്ടിയിട്ട് ഈ കട്ട ഇങ്ങനെ അടിച്ചു വെക്കും നേരെ. ഈ കട്ടയുടെ അടിച്ചു വെച്ച് കഴിയുമ്പം ഇതിനകത്ത് വെള്ളമയം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ സിമൻറ്റ് കണ്ടൻറ്റ് ഒരു ശകലം താഴോട്ടിറങ്ങും. ഈ കട്ടയ്ക്ക് മുകളിൽ ഒരു ബലവും താഴെ ഒരു ബലവുമാണ് തിയററ്റിക്കലായിട്ട് കട്ടയ്ക്കുള്ളത്. അതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 4 ഇഞ്ച് കട്ട 6 ഇഞ്ച് കട്ടയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പെടത്തിയിട്ട് കിട്ടുന്നവരുണ്ട്. പ്രത്യേകിച്ച് 6 ഇഞ്ച് കട്ട മേടിച്ച് ഇങ്ങനെ പെടത്തിയിട്ട് 8 ഇഞ്ചായിട്ട് പണിയും. കാരണം മിക്ക കട്ടകളുടെയും നീളം 1 അടിയും വണ്ണം 1/2 അടിയും പൊക്കം 8 ഇഞ്ചും ആയതുകൊണ്ട് 8 ഇഞ്ച് ഭിത്തി കെട്ടാൻ വേണ്ടി തിരിച്ചിടും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 8 ഇഞ്ച് കട്ടയാണെങ്കിൽ 8 ഇഞ്ച് വണ്ണത്തിലും 8 ഇഞ്ച് പൊക്കത്തിലും ഉള്ള കട്ടയാണ് ഒരു 40 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരും. അപ്പോൾ പണികാർക്ക് ഇത് എടുത്ത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്ട് പണികാർ പറയും 8 ഇഞ്ച് കട്ട വേണ്ട, പകരം 6 ഇഞ്ച് കട്ട നമുക്ക് 8 ഇഞ്ചായിട്ട് പണിയാം. അന്നേരം വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കട്ട അടിച്ചു വെക്കുന്നത് പോലെയോ തലയും കുത്തിയോ പണിത് കഴിഞ്ഞാൽ ബലത്തിന് വ്യത്യാസം വരുന്നില്ല. കാരണം അത് മുകളിൽ നിന്ന് താഴോട്ടോ അല്ലെ താഴെ നിന്ന് മുകളിലോട്ടൊക്കെ ആയതുകൊണ്ട് അതിനകത്ത് പ്രശ്നം വരുന്നില്ല. അതേസമയത്ത് ഈ കട്ട മറിച്ചിട്ട് കഴിയുമ്പോൾ കട്ടയുടെ ഒരു സൈഡിൽ കടുപ്പമുള്ള സ്ഥലവും ഒരു സൈഡ് കടുപ്പമില്ലാത്ത സ്ഥലവും വരും. അങ്ങനെ വന്നു കഴിയുമ്പം സ്വാഭാവികമായി ആ ഭിത്തിക്ക് വിലക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിഷയം. പക്ഷേ ആകെ മൊത്തം ഇതിനകത്തുള്ള ലാഭം എന്നാന്ന് വെച്ചാൽ ഉടമസ്ഥന് തുക കുറയുകയില്ല. പിന്നെ പണികാർക്ക് പണിയാൻ എളുപ്പം ഈ വലിയ കിലോ ഉള്ള കട്ട എടുത്ത് വെക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ മറ്റേത് വെക്കും. ഈ മിക്ക സ്ഥലങ്ങളിലും ഈ ചുടുകട്ട അധികം ഉപയോഗിക്കാത്തതിൻ്റെ കാരണം കോൺട്രാക്ടർമാർക്ക് പണി എളുപ്പം സിമൻറ്റ് കട്ട ആയതുകൊണ്ടാണ്. കാരണം ചുടുകട്ട നേരത്തെ കുതുക്കണം, അതിന് കുതുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതേസമയത്ത് സിമൻറ്റ് കട്ടയാണെങ്കിൽ കുതുക്കുകയൊന്നും വേണ്ട. പിന്നെ സിമൻറ്റ് കട്ട പുക പറക്കി അങ്ങോട്ട് വെക്കാം. ഒരു കട്ട അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ചുടുകട്ടയുടെ ഒരു 12 ചുടുകട്ടയുടെ വലുപ്പത്തിൽ അങ്ങ് തീരും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം
പണി ഒത്തിരി എളുപ്പമുണ്ട് എന്നുള്ളതും ഒരു ശകലം തുക ഉടമസ്ഥന് കുറച്ച് കൊടുക്കാമെന്നുള്ളതും ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അതിൻ്റേതായ ദൂഷ്യങ്ങൾ അതിനുണ്ടെന്നുള്ളത് എന്നതാണേലും ഉറപ്പാണ്. ഇനി എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ വീട് നിർമ്മാണത്തിന് ഏറ്റവും നല്ല ബ്രിക്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ, സാമ്പത്തിക ശേഷി നിലവിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ ഒരു 1-2 ലക്ഷം രൂപ 2 ലക്ഷം രൂപയും കൂടെയൊക്കെ കൂടുതൽ മുടക്കാവുന്നുണ്ടെങ്കിൽ അത് സിമൻറ്റ് കട്ടയല്ല ചുടുകട്ടയാണെന്ന് തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം 3000 സ്ക്വയർ ഫീറ്റുള്ള വീടിന് ഒരു 60,000 കട്ടയൊക്കെ വേണ്ടി വരും. 60,000 അല്ലെങ്കിൽ 80,000 കട്ടയെന്ന് കൂട്ടിയാൽ പോലും അത് ഒരു 160 m³ ഒക്കെ വരും. അപ്പോൾ m³ ഒരു 1000 രൂപയുടെയൊക്കെ വ്യത്യാസം, അല്ലെങ്കിൽ ഒരു 1500 രൂപയുടെയൊക്കെ വ്യത്യാസം, 2000 രൂപയുടെ വ്യത്യാസം വന്നാൽ പോലും, ഒരു 3 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്നാലും വീടിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി ഏറ്റവും ചിലവ് കുറഞ്ഞ നിർമ്മാണ വസ്തു ഏതാണ് എന്ന് ചോദിച്ചാൽ, ആ രീതിയിൽ സിമൻറ്റ് കട്ട നല്ലതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കാരണവശാലും 8 ഇഞ്ച് കട്ടയ്ക്ക് 6 ഇഞ്ച് കട്ട മേടിച്ച് പെടത്തിയിട്ട് പണിയരുത്. പണിതാൽ അതിൻ്റെ ദൂഷ്യം പിന്നീട് പൊട്ടലുകളായിട്ട് അവിടെ ഇവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.